ഇന്റഗ്രേഷനിലെ അടുത്ത പ്രോബ്ലം ആണ്. ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ 0 to 1 plus I x minus y plus I x square dz along the straight line from z is equal to 0 to z is equal to 1 plus I. ഇതാണ് ക്വസ്റ്റ്യൻ. B along the real axis from z is equal to 0 to z is equal to 1 and then along a line parallel to imaginary axis from z is equal to 1 to z is equal to 1 plus I. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി ആണ്. along the imaginary axis from z is equal to 0 to z equal to I and then along a line parallel to real axis from z is equal to I to z is equal to 1 plus I. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇന്റഗ്രൽ 0 to 1 plus I x minus y plus I x square dz അല്ലേ. അപ്പൊ നമുക്കിവിടെ എന്താണ് z വേരി ചെയ്യുന്നത് എവിടെ മുതലാണ്? 0 to 1 plus I ആണ് അല്ലെ. നമുക്കറിയാം z എവിടെ നിന്നാണ്? z is equal to 0 to എന്താണ്? z is equal to 1 plus I ആണ് അല്ലെ. z is equal to 0 അല്ലെ. z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? x plus iy അല്ലെ. z is equal to x plus iy. അപ്പൊ നമ്മള് ഈ ഇതിന് നമുക്ക് ഒരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് x ആക്സിസ്, ഇതെന്താണ് ഇമാജിനറി ആക്സിസ്, iy ആക്സിസ് ആണ്. ഓക്കെ, y ആക്സിസ്. ഓക്കെ, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? z is equal to 0 to അല്ലെ 0. 0 എന്ന് പറഞ്ഞാൽ x ഉം 0 ആണ്, y ഉം 0 ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് എന്താണ്? 0,0 ആണ്. അപ്പൊ ഇതാണ് 0,0. ഈക്വൽ ടു z is equal to 1 plus I. ഇവിടെ x ന്റെ സ്ഥാനത്തോടെ എന്താണ്? 1 ആണ്. y ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 1 ആണ് അല്ലെ. 1i ആണ്. y is equal to 1i. ഓക്കെ, അപ്പോ x is equal to 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, y is equal to 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇത് രണ്ടും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇതാണ് എന്ത് പറയുന്നത്? 1,1 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മള് പോയിന്റ് കിട്ടി. ഓക്കെ, ഒന്നാമതാണ് along the straight line from z is equal to 0 to z is equal to 1 plus I. along the straight line. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെയാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എ അല്ലെ. നമുക്ക് എന്താ ഡേറ്റയുണ്ട്? ഇന്റഗ്രൽ 0 to 1 plus I x minus y plus I x square dz along the straight line അല്ലെ. ഈ ഇത് വഴിയാണ് നമ്മള് ഈ ഒരു ലൈൻ വഴി നമുക്ക് ഇങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നുണ്ട്. ഓക്കെ, ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ വരിക എന്ന് പറഞ്ഞാല് അല്ലെ, നമുക്കറിയാം 0 to 1 x എവിടെ നിന്നാണ്? 0 to 1 ഉം വേരി ചെയ്തു. y എന്താണ്? 0 to 1 ആണ്. ഓക്കെ, അങ്ങനെ ആവുമ്പോ ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതാണ് y2 minus y1 അല്ലെ. y2 minus y1 എന്ന് പറഞ്ഞാൽ y2 minus y1 divided by x2 minus x1. ഇതാണ് ഇതിന്റെ സ്ലോപ്പ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്താ വരിക? y2 എത്രയാണ്? 1 minus 0 divided by 1 minus 0 that is equal to 1 ആണ്. അപ്പൊ സ്ലോപ്പ് അങ്ങനെയാണെങ്കിൽ y is equal to നമുക്ക് കിട്ടും x ആണ് അല്ലെ, 1x. അപ്പൊ y is equal to x ആണ് ഈ ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ജനറൽ ഇക്വേഷൻ എന്താണ്? സ്ട്രേറ്റ് ലൈനിൽ y minus y1 is equal to y2 minus y1 divided by x2 minus x1 into x minus x1. ഇതാണ് ഒരു ലൈനിന്റെ ഇക്വേഷൻ. ഇവിടെ y1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. x1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? y minus 0 എന്ന് പറഞ്ഞാൽ y is equal to പിന്നെ y2 minus y1. ഇതിലൂടെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചത് y എന്താണ്? സ്ലോപ്പ് 1 ആണ് അല്ലെ. അപ്പൊ ഇത് 1 ആയി. പിന്നെ x minus x1 എന്ന് പറയുമ്പോഴത്തേക്കും 0 ആയിരിക്കും. that is equal to x. that is equal to എന്താണ്? y is equal to x. അങ്ങനെയാണ് ഈ ലൈനിന്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ y is equal to x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഒരു വേരിയബിളിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ഓക്കെ, നമുക്ക് ഇവിടെ എന്താണ്? z is equal to നമുക്കറിയാം എന്താണ്? x plus iy എന്നാണ് അല്ലെ. ഇവിടെ y is equal to നമുക്ക് നേടിക്കുന്നത് y is equal to x എന്ന് കിട്ടിയിട്ടുണ്ട്. yക്ക് വരെ നമുക്ക് എന്താ എടുക്കാം? x കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് z is equal to നേടും x plus I. yക്ക് വരെ എന്താണ്? x കൊടുക്കാം. അങ്ങനെയാണ് x പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടും x പുറത്ത് 1 plus I കിട്ടും. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് z എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? dz ഉണ്ട് അല്ലെ. അപ്പൊ dz ഇവിടെ നമ്മൾ x ആണുള്ളത്. അപ്പൊ dz by dx x വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്നിട്ടും x ന്റെ 1 ആണ്, 1 plus I കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ dz is equal to 1 plus I into
dx. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? dz is equal to നമുക്ക് കിട്ടി 1 plus I into dx. ഓക്കെ ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റഗ്രൽ ലിമിറ്റ് നമുക്ക് കൊടുക്കാം x അല്ലെ, y is equal to x നമുക്കറിയാം, y is equal to x ആണ്. അപ്പോ x y ക്ക് കൊടുക്കാം x കൊടുക്കാം പ്ലസ് I x സ്ക്വയർ ഇൻറ്റു dz പറയുന്നത് കൊടുക്കാം 1 പ്ലസ് I ഇൻറ്റു dx. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാം x ലേക്ക് മാറ്റി അല്ലെ. അപ്പൊ ഈ ലൈനിന്റെ x വേരി ചെയ്യുന്ന എവിടെ മുതലാണ്? ഇതാണ് x 0 to x ഈക്വൽ ടു ഈ 1 ട്ടോ. അപ്പൊ x ആയതുകൊണ്ട് നമുക്കത് x 0 to 1, x മൈനസ് x എന്തായിരിക്കും? രണ്ടും കട്ടായിപ്പോ 0 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ? ഇന്റഗ്രൽ 0 to 1 ഇത് പോയി I x സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് I dx. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതാണ് x ആണ് അല്ലെ. അപ്പൊ I പുറത്തേക്ക് I ഇൻറ്റു 1 പ്ലസ് I ഇന്റഗ്രൽ 0 to 1 x സ്ക്വയർ dx. ഓക്കെ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് വേണമെങ്കിൽ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into I എന്ന് പറഞ്ഞാൽ I ആണ് പ്ലസ് I സ്ക്വയർ അല്ലെ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലേക്കും x സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് x റേസ് ടു n dx is equal to എന്താണ്? x റേസ് ടു n plus 1 divided by n plus 1 അല്ലെ. അപ്പൊ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ x സ്ക്വയറിന്റെ തരും x റേസ് ടു അല്ലെ, x സ്ക്വയറിന്റെ എന്താ വരിക? x ക്യൂബ് വരും അല്ലെ. 1 പ്ലസ് 2 പ്ലസ് 1 എന്തായിരിക്കും? ക്യൂബ്. x3 ഡിവൈഡ് ബൈ 3 n plus 1 ഡിവൈഡ് ബൈ n plus 1 0 to 1 അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം I is equal to റൂട്ട് മൈനസ് 1 ആണ്. അപ്പൊ I സ്ക്വയർ എന്തായിരിക്കും? റൂട്ട് മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ആണ്. അപ്പൊ I സ്ക്വയർ എന്തായിരിക്കും? മൈനസ് 1 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു I മൈനസ് 1 അല്ലെ ബൈ 3 കൊടുക്കുക. ഇനി നമ്മൾ എന്താണ്? എക്സിന് 1 കൊടുക്കുക 0 കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് 1 ക്യൂബ് മൈനസ് 0 ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1 ക്യൂബ് എത്രയാണ്? 1 തന്നെയാണ്. 0 ക്യൂബ് 0 ആണ്. അപ്പൊ 1 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് I മൈനസ് 1 ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? മൈനസ് 1 ബൈ 3 പ്ലസ് I ബൈ 3. അതായത് റിയലും ഇമാജിനറി പാർട്ടുമായിട്ട് നമ്മൾ എഴുതിയിരിക്കുക. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി ആണ്. Along the real axis from z is equal to 1. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്? Along the real axis എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുവഴി എന്താണ്? ഇങ്ങോട്ട് പോകണം. z is equal 0 to എന്താണ്? 1 വരെ. z is equal to 0 to z is equal to 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇമാജിനറി പാർട്ടില്ല. അപ്പൊ z is equal to 0 to z is equal to 1 എന്ന് പറഞ്ഞാൽ x 0 to x equal to 1. അപ്പൊ ഇവിടെ എത്തി. ഓക്കെ, ഒന്നാമത്തെ കേസ് ഇതാണ്. ഓക്കെ, അതിനുശേഷം then along the line parallel to imaginary axis. ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന്റെ പാരലൽ ആണ് z is equal to 1. z is equal to 1 എന്ന് പറഞ്ഞാൽ ഇവിടെ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അവിടെ y എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് x is equal to 1 ഈ പോയിന്റിൽ ടു. പിന്നെ എന്താണ്? z is equal to 1 plus I. അപ്പൊ x 1 ഉം y എന്താണ്? ഇവിടെ 1 ഉം, അതായത് ഈ പോയിന്റ് ആണ് അല്ലെ. ഇവിടെ y 1 ആയതുകൊണ്ടാണ് വെറും I ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടും ഇങ്ങോട്ട് എത്തും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഫൈനലായിട്ട് ഇവിടെ എത്തുക. ഓക്കെ, ഇതിനെ ഞാൻ 3 സെഗ്മെന്റ് ആയിട്ട് എടുത്തു. ഇതെന്താണ്? A B പിന്നെ അടുത്തെന്താണ്? C. അപ്പൊ ഇങ്ങനെയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക? ആദ്യം ഇവിടെ ഇന്റഗ്രേറ്റ്, അതിനുശേഷം എന്തായിരിക്കും? ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ്? 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ എന്താണ്? 0 to 1 പ്ലസ് I എന്താണ്? x മൈനസ് y പ്ലസ് I x സ്ക്വയർ ഇൻറ്റു dz. ഓക്കെ, ഫസ്റ്റ് എന്താണ്? A to B ആണ് അല്ലെ. ഇന്റഗ്രൽ A to B. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ തന്നെയാണ് എഴുതുന്നത്. x മൈനസ് y പ്ലസ് I x സ്ക്വയർ ഇൻറ്റു dz. ഓക്കെ, dz പ്ലസ് ഇനി അടുത്ത് എന്താണ്? B to C. B to C എന്താണ്? x മൈനസ് y പ്ലസ് I x സ്ക്വയർ ഇൻറ്റു dz. ഓക്കെ, അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ പാർട്ടാണ് A to B എടുക്കുക അല്ലെ. A to B along the x ആക്സിസ് ആണ്, റിയൽ ആക്സിസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇമാജിനറി ആക്സിസ് y ഈക്വൽ ടു എന്തായിരിക്കും? 0. ഈ ലൈനകത്ത് എന്തായിരിക്കും? y is equal to 0. അപ്പൊ ഈ കണ്ടീഷൻ y is equal to എന്തായി മാറി?
0 ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെ ആകുമ്പോ ഈ ഇക്വേഷനകത്ത് എന്തൊക്കെയാ വരിക? y is equal to 0 ആയി കഴിഞ്ഞാൽ dz അല്ലേ, z is equal to നമുക്കറിയാം x പ്ലസ് iy അല്ലേ. y 0 ആയി കഴിഞ്ഞാൽ z is equal to നമുക്ക് കിട്ടും x മാത്രമാണ്. ഇനി നമ്മള് z ന് x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dz is equal to നമുക്ക് കിട്ടും dx. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻ നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ, ഇന്റഗ്രേഷൻ എക്സ്. y 0 ആണല്ലോ അല്ലെ, y is equal to 0 ആകുമ്പോൾ എഴുതണ്ട, പ്ലസ് ഐ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി സെറ്റ് പറയുന്ന എടുക്കാം dx എന്ന് എടുക്കാം. ഓക്കെ, എക്സ് എവിടെ നിന്നുള്ളതാണ് വരുന്നത്? 0 to 1. ഇത് എക്സ് ആക്സ് ആണ്, ഇത് 0 to 1. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് 0 to 1 ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, പ്ലസ് ഇനി രണ്ടാമത്തെ സെക്ഷൻ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വേരി ചെയ്യുന്നത് എന്താണ്? y0 to y is equal to 1 ആണ്. പക്ഷെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് നമ്മൾ ഇത്രയും മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലൈനകത്ത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എക്സ് ഈക്വൽ ടു എന്തായി മാറി? 1 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ z is equal to എന്തായിരിക്കും? 1 പ്ലസ് iy അല്ലെ. അപ്പോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dz is equal to 1 ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 0 ആണ്. y യുടെ ഡിഫറൻസിയേഷൻ എന്താണ്? d1 i dy ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? x equal to 1 ഉം dz is equal to i dy. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ അല്ലെ x എന്താണ്? 1 ആണ്. 1 മൈനസ് y പ്ലസ് i ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു dz എന്ന് കൊടുക്കാം i dy എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ നിന്നാണ് ഇവിടെ വരെയാണ് y ചെയ്യുന്നത്. y എവിടെ നിന്ന് വാല്യൂ ചെയ്യുന്നത്? y യുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 0 ആണ്. അതിനുശേഷം എന്താണ്? 1ലേക്കാണ് 0 to 1. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഐ ഇൻറ്റു എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3. ഓക്കെ, അത് കഴിഞ്ഞു 0 to 1 പ്ലസ് ഇവിടെ y നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? y ആണ് വരിക അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് y സ്ക്വയർ, y ചെയ്യുമ്പോൾ y സ്ക്വയർ ബൈ 2 y റേഷൻ n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1 പ്ലസ് i ഇൻറ്റു എന്താണ്? 1 ആണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. y നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എന്തായി മാറി? i1 iy. ഓക്കെ, ഇൻറ്റു എന്തായിരിക്കും? i ആണ്. ഓക്കെ, എവിടെ മുതൽ എവിടെ വരെയാണ്? 0 to 1. ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ 1 കൊണ്ട് 0 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് എന്തായിരിക്കുക? 0 ആണ് കിട്ടുക. അങ്ങനെയാണ് നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 സ്ക്വയർ ബൈ 2 പ്ലസ് ഐ ഇൻറ്റു 1 ക്യൂബ് എന്താണ്? 1 ആണ്. 1 ബൈ 3 പ്ലസ് ഇവിടെ എന്താണ്? ആദ്യം 1 കൊടുക്കുമ്പോ എന്താണ്? 1 മൈനസ് ഇവിടെ നമുക്ക് 0 കൊടുക്കണം. പക്ഷെ 0/2 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അതിന് 0/3 എന്ന് പറഞ്ഞാൽ 0/3. അതുകൊണ്ടാണ് ലോവർ ലിമിറ്റ് നമ്മൾ കൊടുക്കാറ്. ഇവിടെ എന്താണ്? എല്ലാവരുടെയും y ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 കൊടുക്കണം കേട്ടോ. y ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, 1 മൈനസ് 1 സ്ക്വയർ ബൈ 2 എന്നായിരിക്കും? 1/2 പ്ലസ് i ഇൻറ്റു y. i ഇൻറ്റു y എത്രയാണ്? i ഇൻറ്റു 1. അപ്പൊ 1 ഇൻറ്റു i അല്ലെ. 0 കൊടുക്കണ്ട. 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് 0, ഇത് 0, ഇത് 0. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൻസർ. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്താണ്? 1/2 പ്ലസ് i/3. ഇനി ഇവിടെ i ഉണ്ട്. i കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. i ഇൻറ്റു 1 എന്താണ്? പ്ലസ് i. പിന്നെ എന്താണ്? i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് i/2. പിന്നെ എന്താണ്? പ്ലസ് i സ്ക്വയർ അല്ലെ. പ്ലസ് i സ്ക്വയർ എന്നാണ്. ഓക്കെ, i സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? -1 ആണ്. ഓക്കെ, നമുക്ക് കിട്ടുന്നത് എന്താണ്? 1/2 പ്ലസ് i/3 പ്ലസ് i മൈനസ് i/2 മൈനസ് 1. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതാണ് -1. റിയൽ ടേം എന്താണ്? -1 ഉം പ്ലസ് 1/2. അപ്പൊ -1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 1/2. LCM 2 എടുത്തു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 പ്ലസ് 1 അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ -1 into 2 എന്ന് പറഞ്ഞാൽ -2 ആണ്.
1 into 1. അപ്പൊ മൈനസ് 1 പ്ലസ് -2 പ്ലസ് 1/2 എന്നാണ് -1/2. അപ്പൊ റിയൽ ടേം ചെയ്യുമ്പോൾ നമുക്കൊരു -1/2 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഇമാജിനറി ടേം. ഏതൊക്കെയാണ് ഇമാജിനറി ടേം ഉള്ളത്? പ്ലസ് I ഇൻറ്റു എന്തൊക്കെയാണ് 1/3 പ്ലസ് 1 മൈനസ് 1/2. ഓക്കെ, എല്ലാവരും I പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടുന്ന് I പുറത്തേക്ക് എടുക്കുമ്പോൾ 1/3 ആയി, ഇവിടുന്ന് I പുറത്തേക്ക് എടുക്കുമ്പോൾ +1, ഇവിടുന്നാണ് -1/2. ഇതിനെ സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും -1/2 വരും, പ്ലസ് 1 - 1/2 എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും പകുതി കുറച്ച് കഴിഞ്ഞാൽ പകുതി തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. 1/2 പ്ലസ് 1/3 അല്ലേ? 1/2 പ്ലസ് 1/3. അപ്പോ 2 3 ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 2 എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 3 എന്ന് പറഞ്ഞാൽ 3, 2 into 1 എന്ന് പറഞ്ഞാൽ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 5/6. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 5/6i. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അലോങ് ദ റിയൽ ആക്സിസ്, ദെൻ അലോങ് ദ പാരലൽ ടു ഇമാജിനറി ആക്സിസ്. ഓക്കെ, -1/2 പ്ലസ് 5/6i. ഓക്കെ, നേരത്തെ കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? -1/3 പ്ലസ് i/3. ഓക്കെ, അടുത്താണ് സി. Along the imaginary axis from z is equal to 0 to i. ഓക്കെ, അപ്പോ z is equal to 0 to i എന്ന് പറയുന്നതെങ്കിലും 1i ആണ്. y is equal to 1 ആണ്. ഓക്കെ, അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, 0 to 1. ഓക്കെ, ഇവിടെ എന്തായിരിക്കും y യുടെ വാല്യൂ 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ കേസ് കിട്ടി. അപ്പൊ 0 to 1 അത് നമ്മൾ d എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തെന്താണ്? then along line parallel to real axis. Real axis എന്ന് പറയുന്നതാണ് ഇതിന്റെ പാരലൽ ആണ്. ഫ്രം z is equal to i to z is equal to 1 plus i. z is equal to i എന്ന് പറയുന്നത് y is equal to 1 ആണ്. 1 മുതൽ 1 plus i എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആദ്യം രണ്ട് പാർട്ടായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതെന്താ? ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ 0 to 1 plus i x minus y plus i x square into dz. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഇന്റഗ്രേഷൻ എന്താണ്? ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് a to d വരെ. അപ്പൊ ഇതിടും x minus y plus i x square into dz. ഓക്കെ, പ്ലസ് ഇനി അടുത്തത് ഇന്റഗ്രേഷൻ d to c എന്താണ്? x minus y plus i x square into dz. ഓക്കെ, നമ്മൾ ഇതിനകത്തുള്ള ഓരോ വാല്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വേരി ചെയ്യുന്നത് അല്ലെ, ഇവിടെ ഇങ്ങോട്ടല്ല വേരി ചെയ്യുന്നത്, അതായത് ഇമാജിനറി ആക്സിസിലൂടെയാണ്. ഇമാജിനറി ആക്സിസിനകത്ത് എക്സിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോ ഈ a to d ആവുമ്പോൾ അവിടെ x is equal to എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ dz ഉണ്ട്. dz എന്താ വരിക? z is equal to നമുക്ക് കിട്ടും x 0 ആവുമ്പോ x plus iy എന്നാണ് അല്ലെ. x 0 ആവുമ്പോ വെറും എന്താണ്? iy ആണ് വരുന്നത്. അതിന് നമ്മൾ സെറ്റിനെ y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ സെറ്റിന് y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? dz is equal to i. y യുടെ ഡിഫറൻഷിയേഷൻ എന്താണ്? 1 ആണ്. ദാറ്റ് is equal to i dy. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഇന്റഗ്രേഷൻ x എന്താണ്? 0 ആണ്. ദാറ്റ് is equal to -y i x square. ഇത് എന്തായി മാറി? 0 ആയി. dz എന്ന് പറയുന്നതായിരിക്കും i dy. ഓക്കെ, i dy. ഓക്കെ, y എവിടെ നിന്ന് എവിടെ വരെ വരുന്നത്? 0 to y is equal to 1 ആണ്. ഓക്കെ, 0 to 1. ഓക്കെ, ഇനി പ്ലസ് രണ്ടാമത്തെ കേസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഇവിടെ വരെ അല്ലെ. അപ്പൊ അത് വേരി ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വൈയുടെ ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 1 ആണ് കേട്ടോ. വൈയുടെ വാല്യൂ എത്രയാണ് ഇവിടെ? 1 ആണ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് എന്തായിട്ട് മാറും? സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഐ വൈ എന്ന് പറഞ്ഞാൽ ഐ വൈ 1 ആകുമ്പോ ഐ തന്നെ. ഓക്കെ, നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലെ. എക്സ് ആണ് ഈ ഒരു ഡയറക്ഷൻ ആകുമ്പോൾ എക്സ് ആണ് വേരി ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എന്താണ്? വൈ ആണ് വേരി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡി വൈ വന്ന് ഈ ഒരു ഡയറക്ഷൻ ആകുമ്പോൾ പാരലൽ ടു എക്സ് എക്സ് ആകുമ്പോൾ എന്തായിരിക്കും? എക്സ് ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഡി സെറ്റ് ഇസ് ഈക്വൽ ടു കിട്ടും. ഡി സെറ്റ് ഇസ് ഈക്വൽ ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡി എക്സ്. ഐയുടെ ഡിഫറൻഷിയേഷൻ എന്താണ്? 0. ഐ എന്താണ്? കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഡി സെറ്റ് ഇസ് ഈക്വൽ ടു ഡി എക്സ്. അങ്ങനെയാകുമ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്ലസ് ഇന്റഗ്രൽ എക്സ് എക്സ് തന്നെ. y എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എക്സ് മൈനസ് 1 പ്ലസ് ഐ എക്സ് ഹോൾ സ്ക്വയർ ഐ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സെറ്റ് നമുക്ക് എന്തെടുക്കും? സോറി, ഇവിടെ ഡി എക്സ് ആണ്. ഡി എക്സ്
ഓക്കെ, അപ്പൊ എക്സ് മുതൽ ഇവിടം വരെയാണ് വരച്ചിരുന്നത്. എക്സ് ഇവിടെ മുതൽ ഇവിടം വരെ അല്ലെ. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ 0 ആണ്, ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പൊ 0 to 1 ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഐ ഇവിടെ കിടന്നോട്ടെ, മൈനസ് ഐ ഇവിടെ കിടന്നോട്ടെ. വൈന്റെ ഇന്റഗ്രേഷൻ എന്താണ് y²/2 അല്ലെ. y റേഷ്യോ n+1 ഡിവൈഡ് ബൈ n+1. അപ്പൊ 1 ആവുമ്പോ y² ഡിവൈഡ് ബൈ 2 കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ലിമിറ്റ് എന്താണ് 0 to 1 പ്ലസ് ഇനി എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ വരിക x²/2 മൈനസ് 1ന്റെ ഇന്റഗ്രേഷൻ എന്താണ് എക്സ് പ്ലസ് x² എന്താണ് i into x³ 0 to 1. ഓക്കെ, ഇത് നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈക്ക് എന്താണ് കൊടുക്കുന്നത് 1 ആണ് കൊടുക്കുന്നത്. 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആയിപ്പോ. അപ്പൊ നമുക്ക് 1 മാത്രം കൊടുത്താൽ മതി. 1 കൊടുക്കുമ്പോൾ എന്തെങ്കിലും -i/2 പ്ലസ് ഇനി ആദ്യം നമുക്ക് 1 കൊടുക്കണം, അതിനുശേഷം എന്താണ് 0 ആണ് കൊടുക്കണം. അപ്പൊ ആദ്യം 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത് പ്ലസ് 1 കൊടുക്കുമ്പോൾ 1²/2 മൈനസ് 1 പ്ലസ് i into 1³ എന്നുള്ള 1 ആണ് 1/3 മൈനസ് 0 കൊടുക്കും. അപ്പൊ ഇത് 0 ആയി, ഇത് 0 ആയി, ഇത് 0 ആയി. അപ്പൊ 0 കൊടുക്കേണ്ട കാര്യം. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ റിയൽ ടേംസ് എന്താണ് 1/2 പിന്നെ എന്താണ് -1/3 1/2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1/2 മൈനസ് 1 എന്താണ് -1/2 പ്ലസ് ഐ അല്ലെ. എന്നിട്ടും -1/2 അല്ലെ, -1/2 ഐ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ -1/2 പ്ലസ് 1/3 ഇതിന് നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് -1/2 പ്ലസ് 1/3. ഓക്കെ, എൽസിഎം എടുക്കുമ്പോൾ എന്നിട്ടും 2 into 3 എന്നാണ് 6. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 into 3 എന്നാണ് -3 പ്ലസ് 1 into 2 എത്രയാണ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/6. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് ഐ ഇൻറ്റു എന്താണ് -1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും -1/2 മൈനസ് i/6. ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ദി ഇന്റഗ്രൽ 0 to 1 plus i x² minus i/dz along the path. ക്വസ്റ്റ്യൻ എന്താണ് y is equal to x, b എന്താണ് y is equal to x². ഓക്കെ, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഇതാണ് രണ്ട് പാത്തും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ എ ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു y is equal to x. എന്തിനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ഇന്റഗ്രൽ 1 plus i x² minus i/y into dz. ഓക്കെ, കണ്ടീഷൻ എന്താണ് y is equal to x ആണ്. y is equal to x ആണ് നമുക്ക് എടുക്കുന്നത്. ഓക്കെ, y ക്ക് പകരം x കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് കേസ് എന്താണ് z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x പ്ലസ് i/y ആണ്. ഓക്കെ, y is equal to x ആണെങ്കിൽ നമുക്ക് y ക്ക് എന്ത് കൊടുക്കാം x കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x പ്ലസ് i x. x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്നിട്ടും x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1 plus i അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus i into x. z is equal to 1 plus i into x. ഇനി z നമ്മൾ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dz is equal to നമുക്ക് കിട്ടും 1 plus i into dx. ഓക്കെ, നമ്മൾ dx ലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്റഗ്രൽ ഇപ്പൊ x² അല്ലെ, x² തന്നെ i y ആണ് അല്ലെ. y is equal to x ആകുമ്പോൾ നമുക്ക് കിട്ടും -ix. ഇനി dz എന്നുള്ളതാണ് 1 plus i into dx. 1 plus i into dx. ഓക്കെ, അപ്പൊ x ആണ് വേരി ചെയ്തത്. അപ്പൊ x വേരി ചെയ്തത് എങ്ങനെയാണ് z is equal to 0 to z is equal to 1 plus i. അപ്പൊ z is equal to 0 എന്ന് പറഞ്ഞാൽ x equal to 0 y equal to 0. ഓക്കെ, z is equal to 1 plus i എന്ന് പറഞ്ഞാൽ x is equal to 1 y is equal to 1. 1y എന്നാണ് അല്ലേ. ഓക്കെ, ഇതൊരു കമ്പയർ ചെയ്യുമ്പോൾ z is equal to x plus i y ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ z is equal to 1 x equal to 1 y is equal to 1 ആയി. ഇവിടെ നമ്മള് x വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ x എവിടുന്ന് വലിയ വലിച്ചത് 0 to 1 വരെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 0 to 1 കൊടുക്കാം. ഓക്കെ, ഇപ്പൊ 1 plus i നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ x² ഇന്റഗ്രേഷൻ എന്താ വരിക x³ മൈനസ് i x ന്റെ എന്താ വരിക x²/2. ഓക്കെ, നമുക്ക് കൊടുക്കേണ്ട ലിമിറ്റ് എന്തായിരിക്കും 0 to 1. 1 കൊടുക്കുമ്പോൾ 1 plus i into എന്താ വരുന്നത്
1 കൊടുക്കും 1 cube by 3 that is equal to 1 by 3 plus minus I into x square by 3 I into x എന്ന് പറഞ്ഞാൽ 1 ആകുമ്പോൾ 1 square by 2 ആകുമ്പോൾ എന്താ I by 2 minus 0 ആകുമ്പോൾ 0 by 3 0 ആയി I into 0 by 2 എന്തായി 0 ആയി. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്? ഇതാണ്. ഓക്കെ, നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 1 by 3 എന്നുള്ളതായിരിക്കും 1 by 3. ഓക്കെ, 1 into minus I by 2 എന്നുള്ളതായിരിക്കും minus I by 2 പ്ലസ് I into 1 by 3 എന്തായിരിക്കും I by 3. പിന്നെ എന്താണ് I into minus I by 3 എന്നാണ് minus I square by 2. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 3 minus I by 2 plus I by 3 I square എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ് അല്ലെ. മൈനസ് 1 into മൈനസ് 1 എന്തായിരിക്കും മൈനസ് പ്ലസ് പ്ലസ് 1 by 2. ഇപ്പോ റിയൽ ടൈം എന്താണ് 1 by 3 പ്ലസ് 1 by 2. ഓക്കെ, 1 by 3 പ്ലസ് 1 by 2 എന്ന് പറയുന്നത് 6 LCM എടുക്കുമ്പോ 6 3 into 2 6 ആണ്. 2 പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ 2 into 1 പ്ലസ് 3 into 1 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 5 by 6. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിട്ട് നമുക്ക് 5 by 6. ഓക്കെ, ഇത് നമുക്ക് എന്താട്ടോ മൈനസ് I by 3 പ്ലസ് I by 3 അല്ലേ. അപ്പൊ മൈനസ് I by 2 പ്ലസ് I by 3. ഓക്കെ, I കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താട്ടോ പ്ലസ് I കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 1 by 2 പ്ലസ് 1 by 3. ഓക്കെ, ഇത് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് മൈനസ് 1 by 2 പ്ലസ് 1 by 3. ഇവിടെയും 2 into 3 ആകുമ്പോൾ LCM എടുക്കും. അപ്പൊ മൈനസ് 3 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by 6. അപ്പൊ ഇതെന്തായി മാറി 1 by മൈനസ് 1 by 6. അപ്പൊ 5 by 6 ഇത് കിട്ടും മൈനസ് 1 by 6 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് I by 6. ഇതായിരിക്കും എയുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യന്റെ പാർട്ട് ബി ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യണം y is equal to x square. ഓക്കെ, ഇവിടെ എന്താണ് y is equal to x square ആണ്. z is equal to x plus iy ആണ്. ഓക്കെ, നമുക്ക് y ക്ക് എന്ത് കൊടുക്കാൻ പറ്റും x square കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു z is equal to x plus iy അല്ല y ക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമ്മള് x square. ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dz is equal to x ന്റെ എന്താണ് 1 ആണ് പ്ലസ് x square എന്താണ് 2x ആണ്. അപ്പോ I into 2x dx. നമ്മള് ഈ ഇക്വേഷനത്തേക്ക് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു x square തന്നെയാണ്. മൈനസ് y എന്ന് പറയുന്നത് x square ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I x square. dz എന്ന് പറയുന്നതാണ് 1 plus I into 2x dx. ഓക്കെ, ഇനി നമ്മള് ലിമിറ്റ് കൊടുക്കുവാണ്. z is equal to എന്താണ് 0 to z is equal to 1 plus I ആണ്. ഓക്കെ, അപ്പോ z നകത്ത് x is equal to 0 ആയിരിക്കും y equal to 0 ആയിരിക്കും. ഇവിടെ z is equal to എന്താണ് സോറി x is equal to എന്തായിരിക്കും 1 y is equal to 1. അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 0 to 1 ആണ്. ഓക്കെ, അപ്പോ അല്ലെ ഇവിടെ കൊടുക്കാം 0 to 1. ഇനി ഇതിൽ x square കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടും 1 minus I into x square 1 plus I into 2x dx. ഓക്കെ, അപ്പോ 1 plus I 1 minus I പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1 x square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x square into 1 എന്താണ് x square plus I into 2 into x cube x square into x എന്താണ് x cube dx. ഓക്കെ, ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus I x square ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കും x cube by 3 പ്ലസ് I into 2 x cube ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും x raised to 4 by 4. ലിമിറ്റ് 0 to 1. ഓക്കെ, നമ്മൾ ലിമിറ്റ് കൊടുക്കുവാണ് 1 minus I into x ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 by 3 അല്ലെ. 1 ക്യൂബ് എന്താണ് 1 ആണ് 1 by 3 പ്ലസ് I ഇവിടെ 2 ഉം 4 ഉം കൂടി കട്ടാകുമ്പോൾ ഇവിടെ 2 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി x ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 raised to 4 എന്നാണ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I into 1 by 2. 0 കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം 0 ആയിപ്പോ അപ്പൊ കൊടുക്കേണ്ട കാര്യം ഇത് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 into I by 3 is equal to I by 3 പ്ലസ് I by 2. ഓക്കെ, I into 1 by 2. ഇനി അടുത്ത് മൈനസ് I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
മൈനസ് ഐ ബൈ 3. പിന്നെ എന്ത് ചെയ്യും? മൈനസ് ഐ ഇൻറ്റു ഐ എന്തായിരിക്കും? ഐ സ്ക്വയർ ബൈ 2. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കേട്ടോ 1/3 പ്ലസ് ഐ ബൈ 2 മൈനസ് ഐ ബൈ 3. ഇവിടെ ഐ സ്ക്വയർ എന്നുള്ളതാണ് -1 ആണ്. മൈനസ് മൈനസ് എന്തായി മാറി? പ്ലസ് പ്ലസ് 1/2. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും 1/3 പ്ലസ് 1/2 പ്ലസ് ഐ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടും 1/2 മൈനസ് കിട്ടും 1/2 മൈനസ് 1/3. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 1/3 പ്ലസ് 1/2 അല്ലെ? അപ്പോ നമുക്ക് കിട്ടും 6 LCM എടുക്കാൻ പറ്റും. 1 into 2 എത്രയാണ്? 2 ആണ്. 2 into 1 എത്രയാണ്? 3 ആണ്. 3 plus 2 is equal to 5. 5/6 പ്ലസ് ഇവിടെ എന്താണ്? I into 2 into 3 എന്താണ്? ഇവിടെ 6 LCM എടുക്കാൻ പറ്റും. 1 into 3 3. 3 minus 2 into 1 എത്രയാണ്? 2. 3 minus 1 3 minus 2 is equal to 1. That is equal to 5/6 plus I by 6. ഇതാണ് ഇതിന്റെ ആൻസർ.